ഇനിയിപ്പോൾ നമ്മൾ മോഷൻ അണ്ടർ ദ ഗ്രാവിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ഫൈനൽ സെക്ഷനെ കുറിച്ചിട്ടാണ് നോക്കുന്നത്. എന്താണ് മോഷൻ അണ്ടർ ഗ്രാവിറ്റി? നോക്കിയേ, നമ്മളൊരു ബോഡി ഫ്രീ ഫോൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തുണ്ടാവുക? അതിൻ്റെ ആക്സിലറേഷൻ എന്ന് പറയുന്നത് 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ സ്പീഡ് പെർ യൂണിറ്റ് ടൈമിൽ 9.8 മീറ്റർ പെർ സെക്കൻഡ് എന്നും പറഞ്ഞിട്ട് ഇൻക്രീസ് ചെയ്യും. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് ആക്സിലറേഷൻ ആണല്ലോ. അപ്പോൾ 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അപ്പോൾ ഫ്രീലി ഫോൾ ചെയ്യുന്ന ഏതൊരു ഒബ്ജക്റ്റ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആക്സിലറേഷൻ എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ആക്സിലറേഷൻ കോൺസ്റ്റൻ്റ് ആണെന്നുണ്ടെങ്കിൽ അത് എന്തിനൊരു എക്സാമ്പിളാണ്? യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷൻ എക്സാമ്പിളാണ്. അപ്പോൾ വെർട്ടിക്കൽ ഗ്രാവിറ്റിയുടെ അണ്ടറിൽ ഫ്രീ ഫോളിൽ സംഭവിക്കുന്ന സമയത്തുള്ള എല്ലാ ടൈപ്പ് ഓഫ് മോഷൻസും എന്താണ്? These are examples for uniformly accelerated motion. ഓക്കെ, ഇനി സൈൻ കൺവെൻഷൻസ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആലോചിക്കുക. അതായത് ലെഫ്റ്റ് സൈഡിലേക്ക് പോകുന്നതൊക്കെ പോസിറ്റീവും, റൈറ്റ് സൈഡിലേക്ക് പോകുന്നത് നെഗറ്റീവും, അതേപോലെ തന്നെ അപ്വേർഡ് ഡയറക്ഷനിലേക്കുള്ള മോഷൻ പോസിറ്റീവും, ഡൗൺവേർഡ് ഡയറക്ഷനിലേക്കുള്ള മോഷൻ നെഗറ്റീവും എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഓക്കെ, മോഷൻ അണ്ടർ ഗ്രാവിറ്റിയുടെ കേസിനകത്തും സിമിലർ തന്നെയാണ് വരുന്നത്. സിമിലർ കണ്ടീഷൻ തന്നെയാണ് വരുന്നത്. ഇപ്പോൾ നോക്കിയേ, നമ്മൾ ഫസ്റ്റ് കേസ് എടുക്കുകയാണെന്ന് വിചാരിക്കുക. ഫസ്റ്റ് കേസ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടോപ്പ് ഓഫ് ദ ബിൽഡിങ്. ആ ടോപ്പ് ഓഫ് ദ ബിൽഡിങ്ങിൽ നിന്ന് ഒരു ഒബ്ജക്റ്റിനെ നമ്മൾ താഴേക്ക് എന്ത് ചെയ്യുന്നു? ഡ്രോപ്പ് ചെയ്യുന്ന സമയത്ത് നോക്കിക്കോ, ഇതിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് ഇനീഷ്യലി ഇതിന് വെലോസിറ്റി ഇല്ല. ഡ്രോപ്പ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ ഇടുക എന്നാണ് അർത്ഥം. ഇനീഷ്യലി അതിൻ്റെ വെലോസിറ്റി 0 ആണ്. ഈ സാധനത്തിന് ആക്സിലറേഷൻ ഏത് ഡയറക്ഷനിലേക്കാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സ്പീഡ് ഇൻക്രീസ് ചെയ്യുന്നത് ഏത് ഡയറക്ഷനിലേക്കാണ്? നേരെ താഴത്തേക്കാണ്. അപ്പോൾ ജി എന്ന് പറയുന്നത് G മീറ്റർ പെർ സെക്കൻഡ്, നേരെ താഴത്തേക്ക് മൈനസ്. ഓക്കെ, ഇനി ഇതിൻ്റെ വെലോസിറ്റി ഏത് ഡയറക്ഷനിലേക്ക്? താഴേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അതിൻ്റെ സ്പീഡ് കൂടി. സ്പീഡും ഏത് ഡയറക്ഷനിലേക്കാണ്? സെയിം ഡയറക്ഷനിലേക്കാണ്. അപ്പോൾ ഇതിൻ്റെ ഇക്വേഷൻ ഓഫ് മോഷൻ നമുക്കൊന്ന് എഴുതി നോക്കാം. ഫസ്റ്റ് കേസിനകത്ത് വെലോസിറ്റി താഴത്തേക്കാണ്. അപ്പോൾ വെലോസിറ്റി താഴത്തേക്കാണെന്നുണ്ടെങ്കിൽ അത് നെഗറ്റീവ്. ആക്സലറേഷനും താഴത്തേക്കാണ്, അത് നെഗറ്റീവ് G എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ കൊടുക്കുക. അപ്പോൾ ഫസ്റ്റ് ഇക്വേഷൻ ഓഫ് മോഷൻ നമ്മളെങ്ങനെ എഴുതുക? -v ഈസ് ഈക്വൽ ടു ഇനീഷ്യൽ വെലോസിറ്റി 0 ആണ് -gt. അഥവാ രണ്ട് സൈഡിൽ നിന്ന് നെഗറ്റീവ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ v ഈസ് ഈക്വൽ ടു gt. ഇനി സെക്കൻഡ് കണ്ടീഷൻ, എപ്പോഴും ഒരു ഒബ്ജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന പൊസിഷനിൽ നിന്ന് അപ്വേർഡ് ഡയറക്ഷനിലേക്ക് അളക്കുന്ന ഡിസ്റ്റൻസിനെ പോസിറ്റീവ് എന്നും ഡൗൺവേർഡ് ഡയറക്ഷനിലേക്ക് അളക്കുന്ന ഡിസ്റ്റൻസിനെ നെഗറ്റീവ് എന്നും പറഞ്ഞിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുക. അപ്പോൾ ഇവിടെ ഡിസ്റ്റൻസ് എങ്ങോട്ടാണ്? താഴേക്കാണ്. അപ്പോൾ ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ ലെറ്റർ H ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഡിസ്റ്റൻസ് എങ്ങോട്ടാണ്? താഴത്തേക്ക്. അപ്പോൾ -h ഈക്വൽ ടു ഇനീഷ്യൽ വെലോസിറ്റി ut 0 അല്ലേ? അപ്പോൾ ആ ടേം 0 ആയിപ്പോയി. 0 മൈനസ് ഹാഫ് ഇൻറ്റു G ഇൻറ്റു ടി സ്ക്വയർ. രണ്ടിൽ നിന്ന് മൈനസ് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ H = എത്ര എന്ന് പറഞ്ഞിട്ട് വരും? ½ G t സ്ക്വയർ. സെക്കൻഡ് ഓപ്ഷൻ. ഇനി മൂന്നാമത്തെ ഓപ്ഷൻ, തേർഡ് ഓപ്ഷനിൽ എന്താ? v² ഈസ് ഈക്വൽ ടു ഇനീഷ്യൽ വെലോസിറ്റി 0 അല്ലേ? പ്ലസ് 2 ഇൻറ്റു ആക്സലറേഷൻ എങ്ങോട്ടാണ്? താഴോട്ടാണ്. അപ്പോൾ -g ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ് എങ്ങോട്ടാണ്? താഴത്തേക്ക് -h. അപ്പോൾ അതിൽ നിന്ന് v² ഈസ് ഈക്വൽ ടു 2gh. തേർഡ് ഇക്വേഷൻ ആയില്ലേ? ഇനി അതുപോലെ തന്നെ മൂന്നാമത്തെ കേസ് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. സെക്കൻഡ് കേസ് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. സെക്കൻഡ് കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ താഴെ നിന്ന് ഗ്രൗണ്ടിൽ നിന്നൊരു ഒബ്ജക്റ്റിനെ മുകളിലേക്ക് എറിയുന്നു. മുകളിലേക്ക് എറിയുമ്പോൾ അതിൻ്റെ ഇനീഷ്യൽ വെലോസിറ്റി എങ്ങോട്ടാണ്? അപ്വേർഡ് ഡയറക്ഷനിലേക്ക്. അപ്പോൾ ഇനീഷ്യൽ വെലോസിറ്റി അപ്വേർഡ് ഡയറക്ഷനിലേക്കാണ് u പോസിറ്റീവ്. എറിഞ്ഞ ബോൾ മുകളിലേക്ക് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനാൽ തന്നെ അതിൻ്റെ ഫൈനൽ വെലോസിറ്റിയും തന്നെയായിരിക്കും? പോസിറ്റീവ് തന്നെയായിരിക്കും. ഓക്കെ, ഇനി ആക്സലറേഷൻ എങ്ങോട്ടാണ്? താഴോട്ടല്ലേ? ആക്സലറേഷൻ താഴോട്ടായതുകൊണ്ട് a ഈസ് ഈക്വൽ ടു -g. അപ്പോൾ നമ്മൾ ഇക്വേഷൻ ഓഫ് മോഷൻ എഴുതുമ്പോൾ v ഈസ് ഈക്വൽ ടു പോസിറ്റീവ് ആണല്ലോ, u -gt. അപ്വേർഡ് ഡയറക്ഷനിലേക്കാണ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഈ പൊസിഷനിൽ നിന്ന് മുകളിലേക്കാണ് നമ്മൾ അളക്കുന്നത്. അപ്പോൾ അതിനാൽ ഡിസ്റ്റൻസ് പോസിറ്റീവാണ്. അപ്പോൾ സെക്കൻഡ് കണ്ടീഷൻ h ഈസ് ഈക്വൽ ടു ut പ്ലസ് ½ ഇൻറ്റു
മൈനസ് ജി ഇൻറ്റു ടി സ്ക്വയർ. അപ്പോൾ എത്രയായിരിക്കും വരിക? യു ടി മൈനസ് ഹാഫ് ജി ടി സ്ക്വയർ. ഇനി മൂന്നാമത്തത് വി സ്ക്വയർ ഈസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു മൈനസ് ജി. അപ്പോഴത്തെ ഡയറക്ഷനിലേക്കല്ലേ, അതുകൊണ്ട് അത് പോസിറ്റീവ്. അപ്പോൾ വി സ്ക്വയർ ഇസ് ഈക്വൽ ടു യു സ്ക്വയർ മൈനസ് 2g എച്ച്. സെക്കൻഡ് ഇക്വേഷൻ. ഇനി മുകളിൽ നിന്ന് വി എന്ന് പറയുന്ന വെലോസിറ്റിയിൽ താഴേക്ക് പുഷ് ചെയ്തു എന്ന് വിചാരിക്കുക. യു എന്ന് പറയുന്ന വെലോസിറ്റിയിൽ അവിടെ ബോൾ ഡ്രോപ്പ് ചെയ്യുന്ന കണ്ടീഷൻ നമ്മൾ പറഞ്ഞു. ഇനി എന്ത് ചെയ്യുക? താഴത്തേക്ക് ശക്തിയിൽ എങ്ങനെയാണ്ട് എറിയുക വി എന്ന് പറയുന്ന വെലോസിറ്റിയിൽ. അപ്പോൾ ആ കണ്ടീഷനാണെന്നുണ്ടെങ്കിൽ മുകളിൽ നിന്ന് ഒബ്ജക്റ്റിനെ നമ്മൾ ഇങ്ങോട്ട് എഴുതിയത് ഒരു ഇനീഷ്യൽ വെലോസിറ്റി യു എന്ന് പറയുന്നത് താഴേക്ക് കൊടുത്തു. ഇതിൻ്റെ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ജി, അതും താഴേക്കാണ്. ഫൈനൽ വെലോസിറ്റി വി, അതും താഴേക്കാണ്. അപ്പോൾ ഫസ്റ്റത്തെ ഇക്വേഷൻ നമ്മൾ എഴുതി എന്താ? യു വി താഴേക്കല്ല, ഫൈനൽ വെലോസിറ്റി താഴത്തേക്കല്ല, മൈനസ് ഈക്വൽ ടു ഇനീഷ്യൽ വെലോസിറ്റി എത്ര? യു, അത് ഇങ്ങോട്ട് തന്നെയാണ് താഴത്തേക്ക്, മൈനസ് പ്ലസ് മൈനസ് ജി ഇൻറ്റു ടി. ഒക്കെ താഴത്തേക്കല്ലേ, എല്ലാം താഴത്തേക്ക് ആയതുകൊണ്ട് ഒക്കെ മൈനസ് ആയതുകൊണ്ട് മൈനസ് വി ഈസ് ഈക്വൽ ടു മൈനസ് യു മൈനസ് ജി ടി, അഥവാ വി ഈസ് ഈക്വൽ ടു യു പ്ലസ് ജി ടി ഇക്വേഷൻ. സെക്കൻഡ് ഇക്വേഷൻ, എച്ച് എങ്ങോട്ടാ താഴത്തേക്ക്? മൈനസ് എച്ച് ഈക്വൽ ടു യു എങ്ങോട്ടാ താഴത്തേക്ക്? മൈനസ് യു ടി. ജി എങ്ങോട്ടാ താഴത്തേക്ക്? അപ്പോൾ മൈനസ് ഹാഫ് ജി ടി സ്ക്വയർ, അഥവാ എച്ച് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് ജി ടി സ്ക്വയർ. ഇനി മൂന്നാമത്തെ ഇക്വേഷൻ, തേർഡ് ഇക്വേഷൻ. വി സ്ക്വയർ ഇസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as അല്ലേ? വി എന്ന് പറയുന്നത് നെഗറ്റീവാണ്, അപ്പോൾ മൈനസ് വി ഹോൾ സ്ക്വയർ ഈക്വൽ ടു യു സ്ക്വയർ, യു താഴത്തേക്കാണ്, യു സ്ക്വയർ മൈനസ് യു ഇൻറ്റു സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു മൈനസ് ജി. ഇനി ഡിസ്പ്ലേസ്മെൻറ്റ് എങ്ങോട്ടാ? മുകളിൽ നിന്ന് താഴത്തേക്കാണ്, അപ്പോൾ അതും മൈനസ് എച്ച് ഈക്വൽ ടു വി സ്ക്വയർ ഇസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2gh. ഓക്കെ. ഇനി ഫൈനൽ കണ്ടീഷൻ എന്ന് പറയുന്നത് ഒരു ഒബ്ജക്റ്റിനെ മുകളിലേക്ക് പ്രൊജക്റ്റ് ചെയ്തു. ഓക്കെ, ഒരു ഒബ്ജക്റ്റിനെ മുകളിലേക്ക് പ്രൊജക്റ്റ് ചെയ്തു യു എന്ന് പറയുന്ന വെലോസിറ്റി. ആഫ്റ്റർ എ ടൈം ടി അതിൻ്റെ ചേഞ്ചിങ് പൊസിഷൻ എത്രയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. അതായത് എച്ച് താഴത്തോട്ട് വന്നു. എച്ച് താഴത്തോട്ട് വന്നു. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ ഓഫ് മോഷൻ നമുക്ക് എഴുതാം. യു ഫൈനൽ വെലോസിറ്റി എങ്ങോട്ടാണെന്ന് അറിയില്ല. അപ്പോൾ ഫൈനൽ വെലോസിറ്റിയുടെ ചിഹ്നം നോക്കിയേ, ഇത് മുകളിലേക്ക് എറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പോയിട്ട് ഇങ്ങനെയാണല്ലോ വരിക. അപ്പോൾ ഇത്രയും ഡയറക്ഷനിൽ അതിൻ്റെ വെലോസിറ്റി ഇത് കോമ്പോണൻ്റ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫൈനൽ വെലോസിറ്റി എടുത്ത് കഴിഞ്ഞാൽ അതൊക്കെ പോസിറ്റീവായിരിക്കും. പക്ഷേ ഈ ഡയറക്ഷനിൽ എടുത്ത് കഴിഞ്ഞാലോ അതൊക്കെ ടുവേർഡ്സ് നെഗറ്റീവായിരിക്കും. അപ്പോൾ നമ്മൾ ഇക്വേഷൻ കൊടുക്കുന്നത് എങ്ങനെയാണ്? വി ഈസ് ഈക്വൽ ടു യു മൈനസ് ജി ടി. ഇതിൽ ജി ടി എന്ന് പറയുന്ന ടേം കൂടുതലായി കഴിഞ്ഞാൽ, ഏതിനേക്കാൾ? യുവിനേക്കാൾ കൂടുതലായി കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഒബ്ജക്റ്റ് ഈ പാത്തിലാണ്. ഏത് പാത്തിൽ? ഈ പറഞ്ഞ സെക്ഷനിലാണ് അതിൻ്റെ മൂവ്മെൻറ്റ്. അതല്ല, ഈ വാല്യൂ ഫൈനൽ വാല്യൂ യു എന്ന് പറയുന്നത് ജി ടിനേക്കാട്ടിലും കൂടുതലായി കഴിഞ്ഞാൽ, ജി ടിനേക്കാൾ കൂടുതലായി കഴിഞ്ഞാൽ അതിൻ്റെ പാത്ത് ഇത് ഈ ഒരു സെക്ഷനിലായിരിക്കും. ഓക്കെ. ഇനി രണ്ടാമത്തത് എച്ച് ഇസ് ഈക്വൽ ടു യു ടി മൈനസ് എച്ച് ഇസ് ഈക്വൽ ടു യു ടി മൈനസ് ഹാഫ് ജി ടി സ്ക്വയർ. ഇത് പോയി ഇതിങ്ങനെ പോയി തിരിച്ച് താഴത്തേക്ക് എത്തണമല്ലോ. അപ്പോൾ ഇതുവരെ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ടോട്ടൽ മോഷൻ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് ഫൈനൽ ചേഞ്ചിങ് പൊസിഷൻ ഇവിടെ നിന്ന് ഇവിടേക്ക് പോവല്ലേ ചെയ്തേ. മുകളിലേക്ക് എറിയുകയാണെന്നുണ്ടെങ്കിലും ഇവിടെ നിന്ന് പോയിട്ട് അവസാനം ഇവിടേക്ക് എത്തല്ലേ ചെയ്തേ. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയാണ് വരുന്നത്? മൈനസ് എച്ച് ഇസ് ഈക്വൽ ടു മുകളിലേക്ക് പാസ് ചെയ്യുന്നത് യു ടി മൈനസ് ഹാഫ് ജി ഇൻറ്റു ടി സ്ക്വയർ. ഓക്കെ. ഇനി മൂന്നാമത്തെ ഇക്വേഷൻ, തേർഡ് ഇക്വേഷൻ, വി സ്ക്വയർ ഇസ് ഈക്വൽ ടു യു സ്ക്വയർ മൈനസ് 2gh. ഓക്കെ. അപ്പം 3 ഇക്വേഷൻസ് ഓഫ് മോഷൻ നമ്മൾ പഠിച്ചിരിക്കുകയാണ്. ഇനി ഒരു റിലേഷനും കൂടി നമുക്ക് പഠിക്കാനുണ്ട്. അത് ഗലീലിയോസ് ലോ ഓഫ് മോഷനാണ്.
ഞാൻ പറഞ്ഞുതരാം. നമ്മളൊരു ഒബ്ജക്റ്റിനെ ഒരു അതിൻ്റെ മുകളിൽ നിന്ന് നമ്മൾ ഡ്രോപ്പ് ചെയ്തു എന്ന് വിചാരിക്കുക, ഡ്രോപ്പ് ചെയ്തു. അപ്പോൾ ഫസ്റ്റ് ഹാഫിൽ അല്ലെങ്കിൽ ആദ്യത്തെ ഒരു സെക്കൻഡിൽ അത് ട്രാവൽ ചെയ്തിട്ടുള്ള ഡിസ്റ്റൻസ് എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളെങ്ങനെയാണ് കൊടുക്കുക? h = ½ × GT² എന്ന് പറഞ്ഞിട്ടാണ് കൊടുക്കുക, which = G/2 ആണല്ലോ. ഇനി സെക്കൻഡ് ഹാഫ്, അതായത് ഒരു സെക്കൻഡിനുള്ളത് ട്രാവൽ ചെയ്തിട്ടുള്ള ഡിസ്റ്റൻസ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? h = ½ × G × 1², which is equal to ½ × 2 സെക്കൻഡിൽ അത് ട്രാവൽ ചെയ്തത് എത്രയാണെന്ന് ചോദിച്ചു. 2 സെക്കൻഡിൽ ട്രാവൽ ചെയ്തു. അപ്പോൾ എത്രയാണ്? ½ × G × 2² എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയായിരിക്കും വരിക? 4 അല്ലേ? അപ്പോൾ എത്ര വരിക? 2G. യെസ്. ഇനി അടുത്തതായിട്ട് 3 സെക്കൻഡിൽ എത്ര ട്രാവൽ ചെയ്തു? അപ്പോൾ ½ × എത്ര വരണേ? ½ = 4G/2 എന്ന് എഴുതാം, = ½ × 3² × G, which is equal to 9G/2 ആണല്ലോ. അപ്പോൾ ഒരു സെക്കൻഡിൽ ട്രാവൽ ചെയ്തിട്ടുള്ള ഡിസ്റ്റൻസ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ½ G. ഇനി 2 സെക്കൻഡിൽ ട്രാവൽ ചെയ്തിട്ടുള്ള ഡിസ്റ്റൻസ് 4G/2. 3 സെക്കൻഡിൽ ട്രാവൽ ചെയ്തിട്ടുള്ള ഡിസ്റ്റൻസ് 9G/2. എൻ്റെ ചോദ്യം ഇതാണ്, ഒരു സെക്കൻഡിനും 2 സെക്കൻഡിനും ഇടയിൽ അത് ട്രാവൽ ചെയ്തിട്ടുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? ബിറ്റ്വീൻ 1 സെക്കൻഡ് ആൻഡ് 2 സെക്കൻഡ്സിനിടയിൽ ട്രാവൽ ചെയ്തിട്ടുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? അപ്പോൾ 4G/2 - G/2, which is equal to 3G/2. അപ്പോൾ അതായി 1 സെക്കൻഡിനും 2 സെക്കൻഡിനും ഇടയിൽ. ഇനി 3 സെക്കൻഡിനും 2 സെക്കൻഡിനും ഇടയിൽ ട്രാവൽ ചെയ്തിട്ടുള്ള ഡിസ്റ്റൻസ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 9G/2 - 4G/2, which is equal to 5G/2. അപ്പോൾ ഇനി നിങ്ങൾ നോക്കിയാൽ 0 തുടങ്ങി 1 സെക്കൻഡ് വരേക്ക് ട്രാവൽ ചെയ്തിട്ടുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? G/2. 1 തുടങ്ങി 2 സെക്കൻഡ് വരെ ട്രാവൽ ചെയ്തിട്ടുള്ള ഡിസ്റ്റൻസ് 3G/2. ഇനി 2 തുടങ്ങി 3 സെക്കൻഡ് വരെ ട്രാവൽ ചെയ്തിട്ടുള്ള ഡിസ്റ്റൻസ് 5G/2. അപ്പോൾ 4 തുടങ്ങി 3 സെക്കൻഡ് വരെ ഉള്ളത് എത്രയായിരിക്കും വരിക? 7G/2. അപ്പോൾ ഇതിൻ്റെ റേഷ്യോ നമ്മൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയായിരിക്കും വരിക? 1:3:5:7 എക്സെട്ര. അപ്പോൾ ഡിസ്റ്റൻസ് ട്രാവൽഡ് അണ്ടർ ദ മോഷൻ ഗ്രാവിറ്റി എന്ന് പറയുമ്പോൾ ഓരോ ഈച്ച് ടൈം ഇൻ്റർവെല്ലിൽ അത് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസിൻ്റെ റേഷ്യോ എത്രയായിരിക്കും വരിക? 1:3:5:7. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഗലീലിയോസ് റേഷ്യോ. ഓക്കെ.